ഹലോ മക്കളെ, എല്ലാവർക്കും സുഖമല്ലടാ. മക്കളെ, നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഇംഗ്ലീഷ് പരീക്ഷയാണല്ലോ നാളെ വരാനിരിക്കുന്നത് അല്ലേ? നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കാൻ ചാൻസ് ഇല്ലല്ലേ? എന്തായാലും ആശങ്കയോടെ കാത്തിരിക്കാമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം വേറൊന്നുമല്ല, 2.5 മണിക്കൂറിൻ്റെ ആദ്യത്തെ എക്സാം ആണ് അല്ലേ? നിങ്ങൾ എഴുതുന്ന ആദ്യത്തെ പബ്ലിക് എക്സാം ആണ് നമ്മുടെ ഇംഗ്ലീഷ്. സ്വാഭാവികമായിട്ടും ഒരല്പം ആശങ്കയൊക്കെ കാണാം അല്ലേ? കുഴപ്പമില്ല, ആ ആശങ്ക തീർക്കാനാണ് ഇന്ന് നിങ്ങളുടെയൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജ് എക്സാം, അതായത് മലയാളം, അറബിയൊക്കെ പോലുള്ള സംസ്കൃതമൊക്കെ പോലുള്ള പരീക്ഷ ഇപ്പോൾ എഴുതി അത്യാവശ്യം നന്നായിട്ട് തന്നെ കൂടുതൽ കുട്ടികൾ എഴുതി. അതെനിക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള കമൻറ്റുകളും എനിക്ക് വാട്സപ്പിലൊക്കെ വന്നിട്ടുള്ള കമൻറ്റുകൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കൂടുതൽ കുട്ടികളും വളരെ നന്നായിട്ട് എഴുതി തന്നെയാണ് പറയുന്നത്. എന്നാലും അതിൽ ചില കുട്ടികൾ നന്നായിട്ട് അറിഞ്ഞിട്ട് പോലും നല്ല പഠിച്ചതെല്ലാം പഠിച്ചതാണ് വന്നത്, അല്ലെങ്കിൽ അറിയാവുന്നതാണ് വന്നത് എന്ന് പറയുന്നതിൻ്റെ ഇടയിൽ പോലും 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ചില അബദ്ധങ്ങൾ, മലയാളത്തിൽ അങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയാലും കുഴപ്പമൊന്നുമില്ല. 1-2 ക്വസ്റ്റ്യൻ ഇനി എഴുതാൻ വിട്ടുപോയാലും അതൊക്കെ നിങ്ങൾക്ക് A+ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കുട്ടികൾക്ക് കിട്ടാറുണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യസ്തമാണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എഴുതി അല്ലെങ്കിൽ ഉത്തരം അറ്റൻഡ് ചെയ്യാൻ ടൈം കിട്ടിയേ പറ്റുള്ളൂ. അതും നമുക്ക് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമല്ല, ഓപ്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരെ എഴുതാൻ സമയം കിട്ടണം. കാരണം ഇംഗ്ലീഷിൽ അല്പം മാർക്ക് A+ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ അടക്കമുള്ള ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തിടുന്നത് വളരെ നല്ലതാണ്. അത് നിർബന്ധമാണെന്നല്ല പറയുന്നത്, പക്ഷേ അതിനുള്ള സമയം കൂടി ഒപ്പിച്ചിട്ട് എല്ലാം എഴുതി കഴിഞ്ഞ ശേഷം ബാക്കി അഡീഷണൽ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും കൂടി അറ്റൻഡ് ചെയ്തിരുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഇതിനു വേണ്ടി ടൈമൊക്കെ എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്ത് കറക്റ്റ് ടൈമിന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പരീക്ഷയിൽ നിങ്ങൾ ഒരുപാട് പഠിച്ചത് കൊണ്ടോ, നിങ്ങൾ ഒരുപാട് ഗ്രാമറുകൾ മനസ്സിലാക്കിയത് കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയുള്ള കയ്യക്ഷരം ഉള്ളത് കൊണ്ടോ മാത്രം നിങ്ങൾക്ക് A+ കിട്ടൂല. ചില കാര്യങ്ങൾ വളരെ നിങ്ങൾ മൈന്യൂട്ടാണെന്ന് കരുതുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോയാൽ, നിങ്ങളുടെ പരീക്ഷാ പേപ്പറിൽ പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയാൽ ഒരു പക്ഷേ അത് നിങ്ങളുടെ A+ നഷ്ടപ്പെടുത്താൻ സാധ്യതയുണ്ട്. A+ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അത്തരത്തിൽ നിങ്ങൾ മൈന്യൂട്ടായിട്ട് കരുതുന്നതും എന്നാൽ നിങ്ങളുടെ വിലപ്പെട്ട മാർക്ക് നഷ്ടപ്പെടുന്നതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നൊക്കെ മെയിനായിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ മക്കളെ, ഹബീബി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. ഓക്കെ, നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി ഇല്ലടാ. ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് വേണ്ടി റിസ്ക് എടുക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ നമുക്കൊരു ചെറിയൊരു സപ്പോർട്ട് തരാം. ഓക്കെ, എന്നാലല്ലേ അടുത്ത വർഷം +1-ലും +2-ലും നിങ്ങളുടെ അലോട്ട്മെന്റ് സമയത്തൊക്കെ ഒരുപാട് വിലപ്പെട്ട ഇൻഫർമേഷൻ നമുക്ക് തരേണ്ടതാണ് അല്ലേ? അപ്പോൾ എപ്പോഴും കാണേണ്ടവരായതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹകരിച്ച് പോകാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ഛേദപ്പെട്ട ഉപകാരം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്കൊക്കെ കുറച്ച് കുറവൊക്കെയാണ്. ചില വീഡിയോക്ക് നിങ്ങൾ നന്നായിട്ട് ലൈക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാൽ പലപ്പോഴും ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുന്ന കുട്ടികളുണ്ട്. അതുകൊണ്ട് ഇപ്പം തന്നെ ഈ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും മക്കളെ, നമുക്ക് തുടങ്ങാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല ഹാൻഡ് റൈറ്റിംഗ് വേണം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്, ലാംഗ്വേജിൽ മാർക്ക് കിട്ടണമെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ പേപ്പർ വായിക്കുന്ന ടീച്ചർ, എത്ര പ്രായമുള്ള ടീച്ചറായാലും അവർക്ക് ഈസി ആയിട്ട് വായിക്കാവുന്ന രീതിയിൽ വെട്ടും കുത്തൊന്നുമില്ലാതെ വൃത്തിയായ കൈപ്പടയിൽ വേണം. നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന ഏറ്റവും നീറ്റാക്കിയിട്ട് എഴുതാം. അതൊരു പ്രധാന കാര്യമാണ്. അതുകൂടാതെ രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങൾ വേണം ഫസ്റ്റ് തുടങ്ങാൻ. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഓൾറെഡി ചെയ്തതാണ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്നും ആ വീഡിയോ കാണാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിടുന്നു അങ്ങനെ എന്തോ ഒരു തമ്പനെയിൽ വെച്ചിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തമ്പനെയിൽ വേണമെങ്കിൽ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. ആ തമ്പനെയിലുള്ള വീഡിയോ നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ഒന്ന് കാണാം. ഓക്കെ, നമ്മുടെ SLC ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിൽ ആ വീഡിയോ ഉണ്ടാവും. ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഏത് പാറ്റേണിൽ ഉത്തരം എഴുതണം എന്ന് കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട്. ആ പാറ്റേണിൽ ഉത്തരം എഴുതാം. ആദ്യം ഏത് ഉത്തരം എഴുതണം, അടുത്തത് ഏത് ഉത്തരം എഴുതണം എന്നൊക്കെ. എന്തായാലും അങ്ങനെ കൃത്യമായിട്ടൊരു പാറ്റേണിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ സമയവും ലാഭിക്കാൻ കഴിയും. ഓക്കെ, അതേപോലെ തന്നെ ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് മുതലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ കൈ കിട്ടിയിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആലോചിച്ച് കുത്തിരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ അതിങ്ങനെ ആലോചിച്ച് കുത്തിരുന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ എഴുതാൻ പോലും ലാസ്റ്റ് ടൈം കിട്ടൂല. ആ സമയത്ത് പിന്നെ നിങ്ങൾക്ക് തിരക്ക് പിടിച്ച് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അറിയാവുന്ന ക്വസ്റ്റ്യൻ പോലും ടെൻഷൻ കാരണം മറന്നു പോകാനൊക്കെ കാരണമാവും. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അറിയാത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്ത് ഫസ്റ്റ് എഴുതാൻ വേണ്ടി ശ്രമിക്കരുത്. ക്വസ്റ്റ്യൻ നമ്പറിൽ ഒരു മാറ്ററേ അല്ല. 1, 2, 3, 4 എന്നുള്ള പാറ്റേണിൽ എഴുതണം എന്ന് എവിടെ ഒരു നിയമമില്ല. അങ്ങനെ ഒന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് 35ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നന്നായിട്ട് അറിയാവുന്നതെങ്കിൽ അതിൽ നിന്ന് തുടങ്ങുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അറിയുന്നതെങ്കിൽ അടുത്ത് 10 എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 20ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്ത് അറിയുന്നതെങ്കിൽ 20 എഴുതുക. അല്ലാതെ ഇതിന് യാതൊരു ഓർഡറും ഇല്ല. എഴുതുമ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ ഇടണം. ശ്രദ്ധിക്കുക, പലപ്പോഴും പല കുട്ടികളും
കുട്ടികളും ശ്രദ്ധിക്കാൻ വിടുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തത് ക്വസ്റ്റ്യൻ നമ്പർ. ഞാൻ ബേസിക് ആയിട്ടാണ് ഇപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിൻ്റെ കാര്യവും അറിയാവുന്നത് ആദ്യം എഴുതണമെന്ന് പറഞ്ഞത്. അത് രണ്ടും എന്തായാലും നിങ്ങൾ ചെയ്യണം. അത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അത് നിർബന്ധമുള്ള കാര്യമാണ്. ഇനി മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ നമ്പറാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്പർ ഇടുമ്പോൾ പലപ്പോഴും ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം നമുക്കൊരു 19ാമത്തെ ക്വസ്റ്റ്യൻ റൈറ്റപ്പോ അല്ലെങ്കിൽ നറേഷനോ ആണെന്ന് വിചാരിക്കും. നിങ്ങളിപ്പോൾ റൈറ്റപ്പ് ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ 19 എന്ന മാർജിനുള്ളിൽ നമ്പർ ഇടണം മക്കളെ. നമ്പർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ ഒരു ഇംപ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് റൈറ്റ് അപ്പ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ റൈറ്റ് അപ്പ് എന്ന് കൊടുത്തു. ഇതൊരു ഹെഡിങ് ഒന്നല്ല, ഇതൊരു ഇംപ്രഷൻ കിട്ടാനാണ്. ഇത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് മാർക്കൊന്നും കിട്ടാൻ പോണില്ല. പക്ഷെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് ഒരു ഇംപ്രഷൻ കിട്ടും. കാരണം നിങ്ങൾ അതാണ് എഴുതാൻ പോകണമെന്നുള്ളത്. ഇനി നറേഷൻ ആണെങ്കിൽ നറേഷൻ എന്ന് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ റിവ്യൂ ആണെങ്കിൽ റിവ്യൂ എന്ന് കൊടുക്കുക. ഓക്കെ, ഹെഡിങ് എഴുതുന്നു. അതിനുശേഷം നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ഇതിനൊരു ഹെഡിങ് കൊടുക്കണമല്ലോ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് നമ്മുടെ കാസ്റ്റവേയുടെ ഒരു റൈറ്റപ്പ് ആണ് വരുന്നതെന്ന് വിചാരിച്ചോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ദ കാസ്റ്റവേ അല്ലേ? ഓക്കെ, ദ കാസ്റ്റവേ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഹെഡിങ് കൊടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ്? ഫസ്റ്റ് ലെറ്റർ, ഓരോ സെൻറ്റൻസിനെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ഇവിടെ ഞാൻ അറിയാതെ കൂട്ടിയക്ഷരം എഴുതി പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും കൂടി കൂട്ടി എഴുതരുത്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ഞാൻ സി കണ്ട് എഴുതിയാണ്ടോ, സി എന്ന് സെപ്പറേറ്റ് ആയിട്ടല്ല എഴുതിയത്. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള കൂട്ടിയെത്ത് എഴുതി. ഇനി നിങ്ങൾ കൂട്ടിയെത്ത് എഴുതേ വേണ്ട, എന്നാലും കുഴപ്പമില്ല. അഥവാ കൂട്ടിയെത്ത് എഴുതുന്ന കുട്ടികളാണെങ്കിൽ കൂട്ടിയെഴുതുമ്പോൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ലെറ്ററിൻ്റെ കൂടെ സ്മോൾ ലെറ്റർ കൂട്ടി എഴുതരുത്. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലാണ് എഴുതുന്നെങ്കിൽ അതങ്ങനെ തന്നെ എഴുതണം. ഇപ്പോൾ സ്കോളർഷിപ്പ് ജാക്കറ്റിൻ്റെ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു റൈറ്റപ്പ് ആണ് നിങ്ങൾ എഴുതുന്നെങ്കിൽ ദാ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റൽ എഴുതുന്നു. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു? സ്കോളർഷിപ്പ് ജാക്കറ്റ് എസ് ക്യാപിറ്റൽ എഴുതുന്നു, സ്കോളർഷിപ്പ് എഴുതുന്നു, ജാക്കറ്റിന്റെ ജെ ക്യാപിറ്റൽ എഴുതുന്നു. ഓക്കെ, ഇങ്ങനെ വേണം നിങ്ങൾ ഹെഡിങ് എഴുതാൻ. എത്ര വേർഡ്സ് ഉണ്ടോ ആ വേർഡ്സിന്റെ ഒക്കെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണം. ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. അരമാർക്ക് നഷ്ടപ്പെടാൻ ഇത് മതി. ഓക്കെ, അപ്പം നമ്മളൊക്കെ ശ്രദ്ധിക്കാതെ വളരെ നൈസാക്കി വിടുന്ന സാധനമാണ്. പക്ഷേ ഇത് എഴുതിയില്ല, ഇതിങ്ങനെ കുറേ റിപ്പീറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഹെഡിങ് എഴുതേണ്ട ഒരുപാട് സിറ്റുവേഷൻ നമുക്കുണ്ട്. നോട്ടീസിൽ ഹെഡിങ് ഉണ്ട്, അതായത് അതിൻ്റെ ടോപ്പിക് ഉണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പാരഗ്രാഫ് റൈറ്റിംഗ് ചെയ്താണെങ്കിൽ അതിന് ഹെഡിങ് കൊടുക്കണം. അതേപോലെ റിപ്പോർട്ട് റൈറ്റിംഗ് ചെയ്താണെങ്കിൽ അതിന് ഹെഡിങ് കൊടുക്കണം. അങ്ങനെ ഒരുപാട് സാധനങ്ങൾക്ക് ഹെഡിങ് വരുന്നുണ്ട്. ഈ ഹെഡിങ് വരുന്നിടത്ത് അതേപോലെ നമ്മുടെ അപ്രീസിയേഷൻ ഹെഡിങ് ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിലൊക്കെ നിങ്ങൾ ഹെഡിങ് കൊടുക്കുന്ന സമയത്ത് ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അരമാർക്ക് നഷ്ടപ്പെടാൻ അത് കാരണം. വെറുതെ ഹെഡിങ് എഴുതിയോണ്ട് മാത്രം കാര്യമില്ല, എഴുതുന്ന രീതി ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതി അണ്ടർലൈൻ ചെയ്തു. ശ്രദ്ധിക്കുക, ഹെഡിങ് എഴുതുകയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ഈ അണ്ടർലൈനൊക്കെ നിങ്ങൾ സ്കെയിൽ കൊണ്ട് വരയ്ക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? ഹെഡിങ് എഴുതുമ്പോൾ നിങ്ങൾ വേറെ പെൻ ഉപയോഗിക്കരുത്. നിങ്ങൾ ഏത് പേനയാണോ ഉപയോഗിക്കുന്നത് ആ പേന. ബ്ലൂ ഇങ്കിൽ എഴുതുന്നവർ ബ്ലൂ ഇങ്ക് കൊണ്ട് മാത്രം ഉപയോഗിക്കുക. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ പിന്നെ ബ്ലൂ ഇങ്ക് കാണാൻ പാടുള്ളൂ. ബ്ലാക്ക് ഇങ്ക് ആണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് മാത്രം, വേറെ ഇങ്കൊന്നും ഉപയോഗിക്കരുത്. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇങ്ക് നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. വേറെ ഇങ്കൊന്നും നിങ്ങൾക്ക് അലൗഡല്ല. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിക്കുന്നവർ ഏത് ഇങ്കാണോ ആ ഇങ്ക് തന്നെ ഉപയോഗിക്കണം. പിന്നെ ഇടയ്ക്ക് വെച്ച് മഷി തീർന്നു കണ്ട് തൊട്ടപ്പുറത്തന്നെ എടുത്ത് നോക്കിയിട്ട് വേറെ മഷിയൊക്കെ എഴുതുമ്പോൾ അതൊക്കെ നിങ്ങളെക്കുറിച്ച് ബാഡ് ഇംപ്രഷൻ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഏത് പേനയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഇങ്കൊക്കെ പരിശോധിച്ചിട്ട് ക്ലാസ് കയറി. അത് എക്സ്ട്രാ ഒരു പേനൊക്കെ കയ്യിലുണ്ടെങ്കിൽ അത്രയും നല്ലത്. എപ്പോഴും അതൊക്കെ പണി മുടക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ ഹെഡിങ് എഴുതുന്നു. ഇനി നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട എന്താ വിചാരിച്ചാൽ പാരഗ്രാഫ് തിരിച്ചെഴുതുക. ഓക്കെ, നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ എഴുതി ഫസ്റ്റ് ഒരു കുറച്ച് സെന്റൻസിൽ ഒരു പാരഗ്രാഫ് തിരിക്കുന്നു, അടുത്തത് വീണ്ടും വേറെ പാരഗ്രാഫ് തിരിക്കുന്നു. ഇങ്ങനെ എന്ത് ചെയ്യുന്നു? നമ്മൾ റൈറ്റപ്പ് കൃത്യമായിട്ട് പാരഗ്രാഫ് എഴുതുകയാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ നമ്പർ ഇടുന്നു, അതിനുശേഷം ചുമ്മാ സാധനം എഴുതുന്നു, അതിനുശേഷം ഹെഡിങ് ഇടുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? പാരഗ്രാഫ് തിരിച്ചിട്ട് സാധനം എഴുതുന്നു. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളുടെ ഈ സാധനം എഴുതാൻ വിട്ടുപോയി. ഓക്കെ, ഈ സാധനം എഴുതാൻ വിട്ടിട്ട് നിങ്ങളിവിടെ ആദ്യം തന്നെ എന്ത് ചെയ്തു? ചില കുട്ടികൾ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കുട്ടികളുണ്ട്. നമ്മളൊക്കെ പേപ്പർ നോക്കുന്ന സമയത്ത് അങ്ങനെ കാണാറുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ റൈറ്റപ്പ് എഴുതും, അല്ലെങ്കിൽ ഡയറി ലെറ്ററുമൊക്കെ എഴുതും. പക്ഷേ ഇവിടെ നമ്പർ ഇടാൻ വിട്ടുപോകും. എല്ലാ സാധനം നല്ല വൃത്തിയാക്കി എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എന്താ പറയുക മക്കളെ, ഇതിപ്പോൾ ഒരു 7 മാർക്കിൻ്റെയോ 6 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ നമ്പർ ഇടാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ മുഴുവൻ മാർക്കും നഷ്ടപ്പെടാൻ അവിടെ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ചിലപ്പോൾ കാരുണ്യം തോന്നിയിട്ട് വല്ല ടീച്ചർമാരും മാർക്കിട്ട് തന്നാലായി. അത് നിങ്ങളുടെ ഭാഗ്യം മാത്രമായിരിക്കും. വെറുതെ ഒരു ഭാഗ്യപരീക്ഷണത്തിന് നിൽക്കരുത്. നമ്പർ വളരെ അർജന്റാണ്. അപ്പൊ ആദ്യം നമ്പർ ഇടുക. നമ്പർ ഇട്ടതിന് ശേഷം മാത്രം തുടങ്ങുക. പിന്നെ ഒരിക്കലും മാർജിന്റെ അകത്ത് നമ്പർ ഇടരുത്. മാർജിന്റെ ഇപ്പുറത്താണ് എന്ത് ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലാണ് എന്ത് ചെയ്യേണ്ടത്? നമ്പർ ഇടേണ്ടത്. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? നമുക്ക് എഴുതേണ്ട ഭാഗത്ത് നമ്പർ ഇടരുത്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ദിസ് ഈസ് റോങ്. അപ്പം ഒന്നാമത്തെ കാര്യം കിട്ടിയിട്ട് നമ്മൾ എന്ത് എഴുതാൻ തുടങ്ങുമ്പോഴും എന്ത് ചെയ്യണം? നമ്പർ ഇടണം. ഇനി അടുത്തതായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇംപ്രഷന്. ഇപ്പം നമ്മൾ റൈറ്റപ്പിന് അങ്ങനെ എഴുതി. റൈറ്റപ്പ് കഴിഞ്ഞൊരു 20ാമത്തെ നോട്ടീസ് ആണെന്ന് വിചാരിച്ചോ. നമ്മൾ എന്ത് ചെയ്യുന്നു? നോട്ടീസ് എന്ത് ചെയ്യുന്നു? സൈഡ് ഹെഡിങ് ചെറുതായിട്ട് എഴുതുന്നു.
അണ്ടർലൈൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോട്ടീസ് നമ്മൾ ആൻസർ എഴുതി തുടങ്ങുകയാണ്. ആൻസർ എഴുതുമ്പോൾ നമ്മൾ ബോക്സ് വരയ്ക്കുന്നുണ്ട്. നോട്ടീസിന്റെ ഫോർമാറ്റ് അറിയല്ലോ. ഇതിനുള്ളിൽ നമ്മൾ നോട്ടീസ് എന്ന് ഹെഡിങ് എഴുതും. ഈ നോട്ടീസിന് അർത്ഥം ശ്രദ്ധിക്കൂ എന്നാണ്. ഈ നോട്ടീസ് അല്ല, ഇത് മൊത്തത്തിൽ നമ്മൾ പറയാണ് നോട്ടീസാണ് നമ്മൾ എഴുതാൻ പോകുന്നത് നമ്മൾ സൂചിപ്പിച്ചാണ്. ഇതിന് മാർക്കൊന്നുമില്ല, നമ്മളൊരു ഇംപ്രഷന് വേണ്ടി കൊടുത്താണ്. എന്നാൽ ഇത് നമ്മൾ നോട്ടീസ് തുടങ്ങുകയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ സ്കൂളിന്റെ പേര് കൊടുക്കുന്നു, ഹെഡിങ് കൊടുക്കുന്നു, പിന്നെ ഫ്രണ്ട്സിന് എഴുതുന്നു, നമ്മളെ ആളുകൾ ക്ഷണിക്കുന്നു. ഇങ്ങനെ കാര്യങ്ങൾ അറിയാലോ, പ്രോഗ്രാം കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി നോട്ടീസിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്ലേ ലിസ്റ്റിലുണ്ട്. ആ വീഡിയോ കണ്ടാൽ നോട്ടീസിന് ഫുൾ മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇംപ്രഷൻ കിട്ടാനുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ എല്ലാത്തിനും റൈറ്റപ്പ് ആണ് റൈറ്റപ്പ്, നോട്ടീസ് ആണ് നോട്ടീസ്, റിവ്യൂ ആണെങ്കിൽ റിവ്യൂ, നെറേറ്റീവ് ആണ് നെറേറ്റീവ്, ഡയറി ആണെങ്കിൽ ഡയറി, ലെറ്റർ ആണ് ലെറ്റർ എന്നിങ്ങനെ ഇവിടെ എന്ത് ചെയ്യുക, ഒന്ന് വെറുതെ എഴുതിയിടാം. നമ്പറും കൊടുക്കണം, ഇവിടെ എഴുതിയിടാം. അത് നിങ്ങളെക്കുറിച്ച് ഒരു ഇംപ്രഷൻ കിട്ടാനുള്ളൊരു കാരണമാവും. അതിന് പ്രത്യേകിച്ച് മാർക്കൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ലെറ്റർ ആണെങ്കിൽ ഇവിടെ ലെറ്റർ എഴുതുന്നു, എന്നിട്ട് നമ്മൾ ഇതേ ഒരു ബോക്സ് വരച്ചിട്ട് ലെറ്റർ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. പക്ഷേ ഇത് ചുമ്മാ എന്ത് ചെയ്യുന്ന ഒരു ഇംപ്രഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നാളത്തെ ഇംഗ്ലീഷ് പേപ്പറിൽ ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ കുട്ടി അത്യാവശ്യം ഒരു വൃത്തിമേനൊക്കെയുള്ള അല്ലെങ്കിൽ അത്യാവശ്യം പറയുന്ന ഒരു കുട്ടിയാണെന്ന് എന്ത് ചെയ്യും, മനസ്സിലാക്കും. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം ലാസ്റ്റ് ഗ്രാമർ പാർട്ട് ഉണ്ടല്ലോ, 31 മുതൽ അങ്ങനെ എന്തോ ഒരു ഗ്രാമർ പാർട്ട് ഉണ്ട്. ഉദാഹരണത്തിന് 31ാമത്തത് ഒരു എഡിറ്റിംഗ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ ആ എഡിറ്റിംഗിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉള്ളതൊക്കെ ഒന്നുകിൽ ബോൾഡ് ആക്കി അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യും അല്ലേ. എന്നിട്ട് അതിൻ്റെ നേരെ നമുക്കറിയാം എന്താണ് എ എന്നും അതേപോലെ തന്നെ ബി എന്നും ഇങ്ങനെ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അതിന് നിങ്ങൾ നമ്പർ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചില കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ കുറേ പേജ് നിറയ്ക്കണമല്ലോ, കുറേ പേജ് നിറച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ചില കുട്ടികൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ പാരഗ്രാഫ്, ആ ഗ്രാമർ പാർട്ടിലെ മൊത്തം പാരഗ്രാഫുകൾ, ആ ക്വസ്റ്റ്യനൊക്കെ മൊത്തമായിട്ട് എഴുതി വെക്കും. എന്നിട്ട് ഈ ആൻസറിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യും. ശുദ്ധ മണ്ടത്തരമാണ് ചെയ്യുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഇംപ്രഷൻ പോകാൻ അത് ഏറ്റവും വലിയ കാരണമാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ശരിയുത്തരമാണെങ്കിൽ പോലും അതിന് മാർക്ക് കുറയ്ക്കാനുള്ള സാധ്യത വരെയുണ്ട്. കാരണം പേപ്പർ നോക്കുന്ന ആൾക്ക് പെട്ടെന്ന് ആൻസർ നോക്കാനുള്ള എളുപ്പത്തിനും അതേപോലെ തന്നെ 2.5 മണിക്കൂർ കൊണ്ട് പരീക്ഷ എഴുതാനുള്ള ഒരു എളുപ്പത്തിനും വേണ്ടി രണ്ടുപേർക്കും, നോക്കുന്ന ആൾക്കും എഴുതുന്ന ആൾക്കും എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ABCD എന്ന് പറയുന്ന നമ്പറുകൾ കൊടുക്കുന്നത്. അപ്പം പിന്നെ നിങ്ങൾ ഇമാതിരി മണ്ടത്തരം ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ആ ഗ്രാമറിൻ്റെ ലാസ്റ്റ് പേജിൽ നിങ്ങൾക്ക് കാണാം നമ്മുടെ എഡിറ്റിംഗ്, അതേപോലെ തന്നെ കോൺവെർസേഷൻ കംപ്ലീഷൻ, നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, പിന്നെ അതേപോലെ തന്നെ ആ ഇന്ന ഓണ പോലുള്ള പ്രിപ്പോസിഷൻസ് പൂരിപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ പറഞ്ഞിട്ടുള്ള പാരഗ്രാഫ് മൊത്തം അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ മൊത്തം എഴുതി വെക്കരുത്. അതേപോലെ ഫ്രേസൽ വെർബ് അല്ലേ, ഇങ്ങനെയുള്ള ഗ്രാമറിൻ്റെ പാർട്ടിൽ ഒരിക്കലും അങ്ങനെ എഴുതി വെക്കരുത്. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മക്കളെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്, കാണിച്ചു തരാം. അതായത് ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ട് ഇത് എഡിറ്റിംഗ് ആണെങ്കിൽ, എഡിറ്റിംഗ് 31ാമത്താണെങ്കിൽ അതിന് നമ്മൾ A എന്ന് മാർക്ക് ചെയ്യുന്നു, ഓക്കെ, B എന്ന് മാർക്ക് ചെയ്യുന്നു, C എന്നിടുന്നു, D എന്നിടുന്നു. 4 ക്വസ്റ്റ്യൻ ആണെങ്കിൽ 4, ഇപ്പോൾ 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 എണ്ണം ഇടുന്നു, E എന്നിടുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിൽ ബിയുടെ ആൻസറേ അറിയുള്ളൂ, ബാക്കിയുള്ളൊന്നും അറിയില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ബിയുടെ ആൻസർ, ഇപ്പോൾ ബിയുടെ ആൻസർ ഒരു വാസ് എന്നാണെങ്കിൽ നമ്മളത് എഴുതുന്നു. ബാക്കിയുള്ളത് വരൊന്നും വരച്ചിടണ്ട. ചില കുട്ടികൾ ഇങ്ങനെ വരൊക്കെ വരച്ചിടും. അതൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ എന്ത് വിചാരിച്ചാൽ കാത്തിരിക്കുക, എല്ലാം എഴുതുക, എല്ലാം അറ്റൻഡ് ചെയ്യുക. നിങ്ങളിപ്പോൾ 30 കഴിഞ്ഞു, നിങ്ങൾക്ക് ഒരു 33ാമത്തത് ഏകദേശം അറിയാം, 33ാമത്തെ എഡിറ്റിംഗ് ആണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യുക, ഓക്കെ. എന്നിട്ട് ഇതെന്ത് ചെയ്യണം, എല്ലാം ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്തതിന് ശേഷം ഒന്ന് ആലോചിക്കൊന്നും കൂടി ഏതെങ്കിലും ആൻസർ അറിയോ എന്നുള്ളത്. അറിയില്ലെങ്കിൽ പിന്നെ കറക്കി കുത്തലാണ്. അപ്പം നിങ്ങൾ ഏകദേശം നിങ്ങളുടെ മനസ്സിൽ നോക്കിയിട്ട് എഴുതുന്നു ഇന്ന്, പിന്നെ വേറെ എന്തെങ്കിലും എന്താണ് ഇപ്പോൾ ഒരു ദാറ്റ്, പിന്നെ അതേപോലെ തന്നെ എന്താണ് ഒരു സ്പ്ലെൻഡിഡ്, ഓക്കെ. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് അത് വെർബിൻ്റെ ഏത് ഫോമാണ് വരുന്നത്, ഇപ്പോൾ ഇവിടെ ഒരു എന്തായിരുന്നു ഒരു 6, ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആൻസറുകൾ നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ച് സാധനം എഴുതുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ തന്നെ ഇതാ ഈ ഒരു സാധനം കണ്ടാൽ തന്നെ നിങ്ങളെക്കുറിച്ചൊരു ഇംപ്രഷൻ അവിടെ വന്നു. ചിലപ്പോൾ ഇത് എഴുതിയ മൊത്തം തെറ്റായിരിക്കും, ചിലപ്പോൾ ഈ വാസം മാത്രമായിരിക്കും ശരി, പക്ഷേ നിങ്ങളെക്കുറിച്ചൊരു ഇംപ്രഷൻ അവിടെ വന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്ക് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഈ ഒരു ഇംപ്രഷൻ വന്ന സ്ഥിതിക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 1/2 മാർക്ക് കൂടി മുപ്പര് തരാൻ ഇതാവും. അതല്ലെങ്കിൽ ചിലപ്പം അടുത്ത വലിയൊരു ഡയറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു 1/2 മാർക്ക് കുറയ്ക്കേണ്ട സാധനം ചിലപ്പോൾ കുറയ്ക്കാതിരിക്കാനൊരു കാരണമാവും. കാരണം എന്താ വെച്ചാൽ ഇവിടെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി മക്കളെ, നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടതിന് ശേഷം ABCD എന്നുള്ളത് എവിടെ എഴുതണം, മാർജിനിൻ്റെ അകത്ത് നമ്മൾ എഴുതുന്ന ഭാഗത്ത് എഴുതണം. അല്ലാതെ ഇവിടെ കൊണ്ടേ നിങ്ങൾ ABCD എഴുതിയോ നിങ്ങൾ തീർന്ന്, ഒരിക്കലും അങ്ങനെ എഴുതരുത്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ടീച്ചർമാർ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ അത് നിങ്ങൾ ഫോളോ ചെയ്യാതിരിക്കുക. ഒരു കാരണവശാലും മാർജിൻ്റെ പുറത്ത് നിങ്ങൾ ABCD എഴുത്. ഇത് സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നിങ്ങൾ ആൻസർ എഴുതുന്ന ഭാഗത്ത് തന്നെ എഴുതണം. ഇനി രണ്ടാമത്തത് A കഴിഞ്ഞാൽ B കഴിഞ്ഞാൽ C കഴിഞ്ഞാൽ D, ഈ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ എഴുതണം. അതല്ലാതെ ആദ്യം B എഴുതുന്നു, B എനിക്കറിയാം അപ്പോൾ B എഴുതുന്നു, B എന്ന് വാസന എഴുതി, ഓക്കെ, സംഗതിയൊക്കെ ശരിയാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് D അറിയാം, D എഴുതി, പിന്നെ A അറിയാം, പിന്നെ എന്ത് ചെയ്തു, C എഴുതി, പിന്നെ എന്ത് ചെയ്തു, അവസാനം B എഴുതി. ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ നിങ്ങൾ എഴുതിയോ നിങ്ങളെക്കുറിച്ചുള്ള സകല ഇംപ്രഷനും പോയി. ചിലപ്പോൾ ഇതൊന്നും നോക്കൂല.
ചിലപ്പോൾ ഇതൊന്നും നോക്കൂല, കാരണം അങ്ങനെ നോക്കേണ്ട ആവശ്യം അവർക്കില്ല. കാരണം 31 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒരു ഓർഡർ തന്നിട്ടുണ്ട്, ആ ഓർഡറിൽ തന്നെ നിങ്ങൾ ആൻസർ ചെയ്യണം, അത് നിയമമാണ്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും ABCD എന്നുള്ള പാറ്റേണിലല്ലാതെ എഴുതരുത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. ഇപ്പോൾ 31ാമത്തെ ക്വസ്റ്റ്യൻ തന്നെ വീണ്ടും എടുക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾക്കിപ്പോൾ A അറിയാം, A നിങ്ങളൊരു ഉത്തരം എഴുതി. B അറിയാം, Bയും നിങ്ങൾ ഉത്തരം എഴുതി. Cയും Dയും നിങ്ങൾക്ക് അറിയില്ല. അപ്പം നിങ്ങൾ എന്ത് വിചാരിച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു 34 എന്ന് പറഞ്ഞാണ്ട് 34ാമത്തെ നിങ്ങൾക്ക് അറിയെങ്കിൽ ആ ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ എഴുതി. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ആൻസർ എഴുതി. പിന്നെ 35 എഴുതി, പിന്നെ അതേപോലെ 36 എഴുതി, പിന്നെ ഒരു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതി, ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആ പേജ് കഴിയുക, അല്ലെങ്കിൽ ആ പേജിൻ്റെ ലാസ്റ്റ് വന്നു. അപ്പോൾ പെട്ടെന്നാണ് നമുക്ക് ഈ 31ാമത്തെ ക്വസ്റ്റ്യൻ്റെ C പെട്ടെന്ന് അപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ നമുക്ക് ആലോചിച്ചപ്പോൾ ആൻസർ കിട്ടി. അപ്പോൾ നമ്മളിവിടെ എഴുതുകയാണ് എന്ത്? 31, പിന്നെ C എന്ന് എഴുതി നമ്മൾ ഉത്തരം എഴുതുന്നു. പിന്നെ 32 D, അല്ലെ 31 D എന്ന് എഴുതി, Dൻ്റെ ആൻസർ എഴുതി. ഒരു കാര്യമില്ല, നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ മാർക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ഇതിൻ്റെ മാർക്ക് കിട്ടൂല. അതായത് ഒരു കാരണവശാലും ഒരു ക്വസ്റ്റ്യൻ തൊട്ടാൽ ചില കുട്ടികൾക്ക് എന്താ ബാക്കി അപ്പുറത്തെ പേജിലുണ്ട് കേട്ടോ എന്നൊക്കെ എഴുതി വെക്കും. ഓക്കെ, അങ്ങനെ ഒന്ന് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു ക്വസ്റ്റ്യൻ തൊട്ടോ ആ ക്വസ്റ്റ്യൻ്റെ ബാക്കി അതിൻ്റെ കൂടെ തന്നെ വേണം. വേണമെങ്കിൽ നിങ്ങൾക്ക് തൊട്ട പേജിലേക്ക് എഴുതാം, പക്ഷേ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിരിക്കണം. ഓക്കെ, അതല്ലാതെ ഒരു പേജിൽ ഒരു ഉത്തരം എഴുതി പിന്നെ കുറേ ഉത്തരങ്ങൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ എവിടെയോ അതിൻ്റെ ഉത്തരത്തിൻ്റെ ബാക്കി ആ നമ്പർ ഇട്ട് എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ നോക്കി പറഞ്ഞാൽ റയർ ചാൻസ് മാത്രമാണ്. ഒരു പ്രാവശ്യം നമ്പർ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ഓരിങ്ങനെ പിന്നാലെ ഇതിൻ്റെ ബാക്കി എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്നും അന്വേഷണം നടക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരമാവധി പേപ്പർ നോക്കുന്ന ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ബുദ്ധിമുട്ടിക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉത്തരം അറിയില്ല, ചിലപ്പോൾ നിങ്ങളൊരു വലിയ എസ്സേ ക്വസ്റ്റ്യൻ ചെയ്താണ്, അതിലൊരു പാരഗ്രാഫ് നിങ്ങൾ പെട്ടെന്ന് മറന്നുപോയി. നിങ്ങൾ എന്ത് ചെയ്യുക? ആ പാരഗ്രാഫിന് വേണ്ട എത്ര പേജ് വേണോ, എത്ര ഭാഗം വേണോ, അത് ഒഴിച്ചിടുക. അത് ഒഴിച്ചിട്ടിട്ട് അത് നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം നോക്കുക. ഓക്കെ, അല്ലാതെ അവിടെ ആലോചിക്കാൻ നിന്നാലും നിങ്ങൾക്ക് സമയം നഷ്ടപ്പെടും. അതേപോലെ തന്നെ അവിടെ വേറെ ക്വസ്റ്റ്യൻ എഴുതിയാണ്ട് പിന്നെ ബാക്കിയുള്ളത് വേറെ ഏതെങ്കിലും പേജിൽ എഴുതിയാൽ അവിടെ നിങ്ങൾക്ക് മാർക്കും നഷ്ടപ്പെടും. അതുകൊണ്ട് വെറുതെ അങ്ങനത്തെ പണിക്കൊന്നും നിൽക്കരുത്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത്, അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നത് ആദ്യം നോട്ട് ചെയ്ത് വെക്കുക, അത് ആദ്യം എഴുതുക. അപ്പം പിന്നെ നമ്മുടെ മൈൻഡ് ഫ്രഷ് ആയി ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്ന ഇതുമ്പോൾ നമ്മുടെ മൈൻഡ് കൂടുതൽ ആക്റ്റീവ് ആവും. അപ്പം നമുക്ക് പണ്ട് ക്ലാസ്സിലെടുത്ത കാര്യങ്ങൾ വരെ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻ്റെ പിറകെ പോയാൽ നിങ്ങൾ കൂടുതൽ ടെൻഷൻ ആവും. അപ്പം നിങ്ങൾ പഠിച്ചതുപോലെ നിങ്ങൾക്ക് മറന്നു പോകാനുള്ള സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും അറിയാത്ത ക്വസ്റ്റ്യന് പിറകെ പോയിട്ട് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ ബുദ്ധിയൊന്നും നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ഓർമ്മ ഉണ്ടല്ലോ. ഓക്കെ, ഇനി ഇംഗ്ലീഷിന് മാത്രമായിട്ട് ബാധകമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ ABCD പാറ്റേൺ ഇംഗ്ലീഷിന് മാത്രമല്ല കേട്ടോ, ഹിന്ദിക്കും അതേപോലെ തന്നെ നമ്മുടെ ഈ മാത്സ്, സോഷ്യൽ, ഇങ്ങനെയുള്ള എല്ലാത്തിലും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. അതിനൊക്കെ ബാധകം. ഫിസിക്സും ബയോളജി കെമിസ്ട്രിയിലൊക്കെ ഇങ്ങനെയുള്ള ABCD പാറ്റേൺ ഒക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ അതിനൊക്കെ ബാധകമാണ്. പക്ഷേ ഇംഗ്ലീഷിലാണ് ഇത് കൂടുതൽ വരാറുള്ളത് മാത്രം. ഹിന്ദിയിലാണ് കാക്കാങ്കാങ്ക എന്നുള്ള രീതിയിലാണ് വരിക, അല്ലേ? ഓക്കെ, എന്തായാലും ശ്രദ്ധിക്കും. ഇനി ഞാൻ പറയുന്നത് ഇംഗ്ലീഷിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് വേറെ ഒന്നല്ല, ക്യാപിറ്റൽ ലെറ്റർ. അതിൻ്റെ ചെറിയൊരു സൂചന ഞാൻ നേരത്തെ തന്നു. ഹെഡിങ്ങിൽ ഓരോ വേർഡ്സിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണം എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ക്യാപിറ്റൽ വരുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് ടീച്ചർമാർ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു കാര്യമാണ് ക്യാപിറ്റൽ ലെറ്ററിൻ്റെ സ്ഥലത്ത് ക്യാപിറ്റൽ ഇടാത്ത ഒരു കാര്യം. ഓക്കെ, ഇംഗ്ലീഷ് ടീച്ചർ, ഞാനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ ക്യാപിറ്റൽ ഇടേണ്ട സ്ഥലത്ത് ക്യാപിറ്റൽ ഇടാഞ്ഞാൽ അത് കാണുമ്പോൾ, ആ പേപ്പർ കാണുമ്പോൾ തന്നെ ഒരു കലിയാണ്. മാർക്ക് കുറയ്ക്കാൻ തോന്നും. എത്ര വലിയ മാന്യന്മാരായ ടീച്ചറായാലും അറിയാതെ മാർക്ക് കുറയ്ക്കാൻ തോന്നും. ഓക്കെ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്കറിയാം, ഈ അടുത്ത കാലത്ത് വിദ്യാഭ്യാസ ഡയറക്ടറോ ഏതൊരു സ്ത്രീ പറയുന്ന ഒരു ഇത് ഞാൻ കേട്ടിരുന്നു, ഒരു ഗവൺമെൻറ് ഒഫീഷ്യൽ പറയുന്നത് കേട്ടിരുന്നു. പല കുട്ടികളും പേപ്പർ നോക്കുന്ന സമയത്ത് ക്യാപിറ്റൽ ലെറ്റർ ഇടുന്നില്ല, ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല, ചിഹ്നങ്ങൾ ഇടുന്നില്ല, എന്നിട്ട് പോലും ആ കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുന്നു എന്ന്. അപ്പോൾ അതിന് നിങ്ങളെന്താ മനസ്സിലാക്കേണ്ടത്? അത്രയും ഗുരുതരമാണ്. ഗ്രാമർ മിസ്റ്റേക്കിനേക്കാൾ വലിയ ഗുരുതരമാണ് ഏത്? ഈ ക്യാപിറ്റൽ മിസ്റ്റേക്ക് ഒരു ഇംഗ്ലീഷ് ടീച്ചറെ സംബന്ധിച്ചോളം. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് മാർക്ക് കൊടുക്കരുത് എന്നുള്ളതാണ് പല ടീച്ചർമാരുടെയും ഭാഷ്യം. നിങ്ങൾ ചിലപ്പോൾ ഗ്രാമർ തെറ്റിച്ചോ, അതൊന്നും ഒരു വിഷയമല്ല. പക്ഷേ ക്യാപിറ്റൽ ലെറ്റർ ഇടുന്നിടത്ത് ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ അതൊരു ഗുരുതരമായ തെറ്റാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും അത് ആവർത്തിക്കരുത്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ആവർത്തിച്ചാൽ 2, 3, 4, 5 മാർക്ക് വരെ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എവിടെയൊക്കെ ക്യാപിറ്റൽ ലെറ്റർ വേണം. ഒന്ന് നമ്മൾ പറഞ്ഞു ഹെഡിങ്, അല്ലേ? ഏത് ഹെഡിങ്, നിങ്ങളിപ്പോൾ അപ്രീസിയേഷൻ്റെ ഹെഡിങ് കൊടുക്കുന്നു, കവിതയുടെ പേര്, അവിടെ നിങ്ങൾ ക്യാപിറ്റൽ എഴുതണം. എത്ര വേർഡ്? ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. അപ്പോൾ ലൈൻസ്, റിട്ടൺ, ഏർലി, ഇങ്ങനെയുള്ള ഓരോ വാക്കിനും നിങ്ങൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ഇടുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് പറഞ്ഞാൽ നമ്മുടെ റൈറ്റപ്പ് അല്ലെങ്കിൽ റിവ്യൂ അല്ലെങ്കിൽ ഈ പറഞ്ഞ നറേറ്റീവ്, അല്ലേ? അതിനും ഹെഡിങ് കൊടുക്കണം. ആ പാഠത്തിൻ്റെ പേര് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യുക? അതിനും നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ലെറ്റർ ഇടണം. ഇനി നിങ്ങൾ റിപ്പോർട്ട് റൈറ്റിംഗ് ചെയ്താണ്, എൻ്റെ ന്യൂസ് പേപ്പർ റിപ്പോർട്ടോ എന്തെങ്കിലും, അതിനും ഒരു ടൈറ്റിൽ കൊടുക്കണം. ഒരു ടൈറ്റിലും കിട്ടിയെങ്കിൽ ചാപ്റ്ററിൻ്റെ പേരെങ്കിലും ടൈറ്റിലാക്കി കൊടുക്കുക. ഇനി അതേപോലെ തന്നെ പാരഗ്രാഫ് റൈറ്റിംഗ് ആണെങ്കിൽ അതിനും കൊടുക്കണം ഒരു ടൈറ്റിൽ. പിന്നെ സ്പീച്ച് ഉണ്ടെങ്കിൽ അതിനൊരു ടൈറ്റിൽ കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ടൈറ്റിൽ കൊടുക്കേണ്ട പല സാഹചര്യങ്ങളുണ്ട്. അതിനൊക്കെ ടൈറ്റിൽ കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ടൈറ്റിലിന് മാർക്കുണ്ട്, ക്യാപിറ്റൽ ലെറ്ററിന് പ്രത്യേകം മാർക്കുണ്ട്. പ്രൊഫൈലും എന്താണ്
ഈ ടൈറ്റിൽ ഉണ്ട്, അതായത് എഴുത്തുകാരൻ്റെ പേര് തന്നെയാണ്. ആരുടെ പ്രൊഫൈലാണോ തയ്യാറാക്കുന്നത്. ഇപ്പോൾ രവീന്ദ്രനാഥ് ടാഗോർ ആണെങ്കിൽ രവീന്ദ്രനാഥ് ടാഗോർ, രവീന്ദ്രനാഥ് എന്നുള്ളതിൻ്റെ R ക്യാപിറ്റൽ ഇടണം, ടാഗോറിൻ്റെ T ക്യാപിറ്റൽ ഇടണം. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വ്യക്തികളുടെ പേരുകളാണ്. വ്യക്തികൾ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരുണ്ട്, അതേപോലെ തന്നെ കഥാപാത്രങ്ങളുണ്ട് അല്ലേ. അപ്പോൾ നമുക്കൊക്കെ ഓരോ കഥയിൽ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എന്നാണ് നിങ്ങൾക്കൊരു നെറേറ്റീവ് അല്ലെങ്കിൽ നെറേറ്റീവ് അല്ല റൈറ്റപ്പ് ചോദിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റൈറ്റപ്പ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾ അതിൻ്റെ റൈറ്റപ്പ് എഴുതുന്നു. അപ്പോൾ ആദ്യം ഹെഡിങ് ക്യാപിറ്റൽ കൊടുക്കുന്നു, അതൊക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് ഇന്നയാളെ എഴുതിയ, അതായത് AJ ക്രോണിൻ എഴുതിയിട്ടുള്ള സ്റ്റോറിയാണെന്ന് പറയുന്നു. അപ്പോൾ AJ ക്രോണിൻ്റെ Aയും Jയും അയാളുടെ ഇനീഷ്യലാണ്, അത് ക്യാപിറ്റൽ കൊടുക്കണം. ക്രോണിൻ്റെ C ക്യാപിറ്റൽ കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ അതിൽ ജോൺ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പം മിസ്റ്റർ ജോൺ എന്ന് എഴുതുമ്പോൾ മിസ്റ്ററിൻ്റെ M ക്യാപിറ്റൽ വേണം, ജോണിൻ്റെ J ക്യാപിറ്റൽ വേണം. അങ്ങനെ ഏതൊക്കെ കഥാപാത്രങ്ങൾ നിങ്ങൾ പറയുന്നോ ആ കഥാപാത്രങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കണം. എന്നാൽ സർജന്റ് അതേപോലെ തന്നെ ലാൻഡ് ലേഡി ഇതൊന്നും ക്യാപിറ്റൽ കൊടുക്കണ്ട, കാരണം അത് അവരുടെ പേരല്ല, അവരുടെ ജോലിയാണ്. സർജന്റ് എന്ന് പറഞ്ഞാൽ പോലീസ് ഉദ്യോഗസ്ഥനാണ്, ഒരാളുടെ പേരല്ല അല്ലേ. അതേപോലെ ലാൻഡ് ലേഡി എന്ന് പറഞ്ഞാൽ അതൊരു പൊസിഷനാണ് അല്ലേ, അതായത് ഒരു ഇതൊക്കെ കൊടുക്കുന്ന വാടകയൊക്കെ കൊടുക്കുന്ന ഒരു മുതലാളിച്ചി എന്നാണ് അതിൻ്റെ അർത്ഥം അല്ലേ, അല്ലാതെ അത് ആരുടെയും പേരില്ല. അപ്പം വ്യക്തികൾക്ക് നമ്മൾ കൊടുക്കുന്ന പേര്, ഇപ്പം മെഹനൂഫ് എൻ്റെ പേരാണ്, നിങ്ങൾക്കൊക്കെ ഓരോരുത്തരുടെ പേരുണ്ടാവും. പേരുകൾ നിങ്ങൾ എവിടെ എഴുതുമ്പോഴും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം. ഇനി അടുത്ത സ്ഥലങ്ങൾ അല്ലേ, ഇപ്പം ലണ്ടൻ എന്ന് വരുമ്പോൾ ഫസ്റ്റ് ലെറ്റർ L ക്യാപിറ്റൽ വേണം, ഇന്ത്യ I ക്യാപിറ്റൽ വേണം, കേരള K ക്യാപിറ്റൽ വേണം. പ്രൊഫൈലൊക്കെ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ സ്ഥലങ്ങളുടെ പേരിന് ക്യാപിറ്റൽ വേണം. ഇനി അതേപോലെ തന്നെ എന്താണ്, നമ്മളായിട്ട് എന്തെങ്കിലും ജീവികൾക്കോ വസ്തുക്കൾക്കൊക്കെ എന്തെങ്കിലും പേരിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ വാങ്ക എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ 2 നായകളുണ്ട് അല്ലേ, ഡോഗ്സ് എന്നല്ല പറയുന്നത്. ആ 2 ഡോഗ്സിന് ഓരോ പേരുണ്ട്, കഷ്ടാങ്ക, ഈല് അല്ലേ. അപ്പോൾ കഷ്ടാങ്ക എന്നുള്ളത് ആ നായക്ക് മാത്രം ഇട്ട് കൊടുത്തൊരു പേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ K ക്യാപിറ്റൽ വേണം. ഈലിൻ്റെ ആ ഈൽ എന്നുള്ള ആ പ്രത്യേക നായക്ക് ഇട്ട് കൊടുത്ത പേരാണ്, അതുകൊണ്ട് അതിൻ്റെ E ക്യാപിറ്റൽ വേണം. അപ്പം ഇങ്ങനെയുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാരണങ്ങൾ നല്ലോണം ടീച്ചർമാർ നോക്കും. ബാക്കി ഗ്രാമർ ഒന്നും നോക്കില്ല. ഗ്രാമർ എന്നൊരു വിഷയമല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഡിസ്കോഴ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ എങ്ങനെ ഇരിക്കും, പക്ഷേ ഹാൻഡ് റൈറ്റിംഗ് വൃത്തി വേണം, പാരഗ്രാഫ് തിരിക്കണം, ഹെഡിങ് കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ ഇടണം. ഇനി അടുത്ത ക്യാപിറ്റൽ ലെറ്ററിൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഓരോ സെന്റൻസിൻ്റെയും ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ ഒരു സെന്റൻസ് അവസാനിപ്പിക്കുമ്പോൾ നമുക്കറിയാം, ഒരു സെന്റൻസ് എഴുതുന്നു, ആ സെന്റൻസ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇടുന്നു. ഫുൾ സ്റ്റോപ്പ് ഇട്ടാൽ ആ സെന്റൻസ് അവിടെ അവസാനിച്ചു. അടുത്ത സെന്റൻസ് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം. ഓക്കെ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ ഒരു സെന്റൻസ് അവസാനിപ്പിക്കുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞാലും ആ സെന്റൻസ് കഴിഞ്ഞു. അടുത്ത സെന്റൻസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ വേണം, ഫസ്റ്റ് ലെറ്റർ മാത്രം. ഓക്കെ, മൊത്തമായിട്ട് എഴുതരുത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ആശ്ചര്യ ചിഹ്നത്തിൽ അവസാനിക്കുന്നു. അപ്പം ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക്, ആശ്ചര്യ ചിഹ്നം, ഈ എക്സ്ക്ലമേറ്ററി സൈൻ, ഈ 3 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു സെന്റൻസിന്റെ അവസാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത സെന്റൻസ് തുടങ്ങുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നാളെ ഒരുപാട് സെന്റൻസുകൾ എഴുതി ഉണ്ടാക്കേണ്ട ആൾക്കാരാണ് നിങ്ങൾ. തിരക്കിനിടയിൽ ഇത് മറന്നു പോയാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണി കിട്ടും മക്കളെ. അതുകൊണ്ട് അതിന് നിൽക്കരുത്. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ. അപ്പം ഇത്ര കാര്യങ്ങളുള്ളൂ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ബാക്കിയുള്ള, അല്ലെങ്കിൽ ഇത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ പറയുക മക്കളെ, നിങ്ങൾ വെറുതെ കഷ്ടപ്പെട്ട് കുറേ പഠിച്ച് പരീക്ഷ എഴുതും, അവസാനം ഒരു 10 മാർക്കെങ്കിലും ഇതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. ഓക്കെ. ഇങ്ങനെയുള്ള അശ്രദ്ധ കാരണം ഒരു 10 മാർക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവസ്ഥ ആലോചിക്കുക. ഇനി അതുമാത്രമല്ല, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇടാഞ്ഞാൽ ചിലപ്പോൾ അതിനേക്കാളും വലിയ മാർക്കായിരിക്കും നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടെ പരീക്ഷ എഴുതി പുറത്തേക്ക് വരും. പക്ഷേ നിങ്ങളുടെ പേപ്പറിൽ പലപ്പോഴും ചിലപ്പോൾ 5 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ നമ്പർ ഇടാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഏതാണ് ഉത്തരമെന്ന് പോലും ഇയാൾക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അവസാനം മാർക്ക് കിട്ടൂല. ചിലപ്പോൾ അയാൾ വിചാരിക്കും വേറെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ്റെ കണ്ടിന്യൂഷൻ ആണെന്ന്, അപ്പം മാർക്ക് കിട്ടൂല. പിന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് നിങ്ങൾ ഒരു കോമൺ സെൻസിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സംഭവം വേറെ ഒന്നുമില്ല. നിങ്ങളിപ്പോൾ വലിയ ക്വസ്റ്റ്യൻസ്, ഉദാഹരണത്തിന് 17ാമത്തെ ഒരു നറേഷൻ നിങ്ങൾ എഴുതി, വലിയ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, അത് നിങ്ങൾ കംപ്ലീറ്റ് എഴുതിയിട്ട് ഏറ്റവും താഴെ കുറച്ച് സ്പേസ് ബാക്കി വന്നു. അപ്പം ബാക്കി വന്നോടത്ത് നിങ്ങളിപ്പോൾ രണ്ടാമത്തെ ഒക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലേ, രണ്ടാമത്തെ ഒരു ചെറിയ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു, ഒരു ചെറിയ വേർഡാണ് അതിൻ്റെ ആൻസർ എന്ന് വിചാരിച്ചോ, അത് എഴുതി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയൊരു സ്പേസ് ഉണ്ട്. ആ സ്ഥലത്ത് ഒരു ചെറിയൊരു 5-6 വരെ എഴുതാനുള്ള സ്ഥലം വിചാരിച്ചോ, അവിടെ നിങ്ങൾ ഒരു 20ാമത്തെ വലിയൊരു ക്വസ്റ്റ്യൻ എഴുതുകയാണ്. ആ ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് എന്തെങ്കിലാണെന്ന് വിചാരിച്ചോ, അത് നിങ്ങൾ ഇങ്ങനെ എഴുതുന്നു. ഓക്കെ. ഇവിടെ എന്താ സംഭവിക്കാൻ പോകണറിയോ മക്കളെ, ഇയാളിതിങ്ങനെ വായിക്കും. ഇത് വായിക്കുമ്പോൾ 17, ഓക്കെ, 17 വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനൊക്കെ അയാൾ മാർക്കിടും. അയാൾ മാർക്കിട്ടതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ചെറിയ 2 എന്നുള്ള ക്വസ്റ്റ്യൻ അയാൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. ചെറിയൊരൊറ്റ വരിയുള്ളൂ. അയാൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ഇത് നോക്കിങ്ങാണ്ട് പോയി പോകും. അപ്പോൾ അങ്ങനെ കാണാതിരിക്കാനുള്ള സാധ്യതകളുണ്ട്. മനുഷ്യന്മാരുടെ കാര്യമല്ലേ. അപ്പം പരമാവധി അവർ നോക്കട്ടെ, വെറുതെ ഒന്നും കാണാനില്ല. ഒക്കെ റയർ ചാൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെയുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഒരു വരിയിലൊക്കെ എഴുതുന്നത് കഴിയുന്നതും ഒരുമിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു 2 ക്വസ്റ്റ്യനെങ്കിലും അടുപ്പിച്ച് എഴുതുന്ന രീതിയിലേക്ക്, ഒരു ക്വസ്റ്റ്യൻ മാത്രമാക്കുന്നതിന് പകരം ഒരു 2 ക്വസ്റ്റ്യനെങ്കിലൊക്കെ അടുപ്പിച്ച് എഴുതുന്ന രീതിയിലേക്ക്. അപ്പം
പിന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയും. അത്രയെങ്കിലും നിങ്ങൾ എഴുതണം. അതേപോലെ ABC ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞാൽ ഒറ്റ സീക്വൻസിൽ തന്നെ എഴുതണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മാർക്കുകൾ ഒരിക്കലും നഷ്ടപ്പെടില്ല. ഓക്കെ, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകളെ കാണാൻ നമ്മുടെ പ്ലേലിസ്റ്റ് ശരിക്കും പരിശോധിക്കുക. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് A+ കിട്ടാനുള്ള ഫുൾ മാർക്ക് കിട്ടാനുള്ള സകല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. ചില കുട്ടികൾ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, സാറേ ആ വീഡിയോ ചെയ്യോ ഈ വീഡിയോ ചെയ്യോ എന്ന്. എല്ലാ വീഡിയോകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ കാര്യമായിട്ടൊരു വീഡിയോ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.